സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ദിന ആശംസകൾ. ഉദാന തിരുനാളെന്നും ഉയർപ്പ് തിരുനാളെന്നും ഈസ്റ്റർ അറിയപ്പെടുന്നു. യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ പ്രകാരം കൊടിയ പീഡകൾ സഹിച്ചു, ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ മരണത്തെയും പാപത്തെയും കീഴടക്കി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിലും വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലുമാണ് യേശുവിൻ്റെ ഉയർപ്പ് തിരുനാളിനെ പറ്റിയുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയുള്ള വിവരണങ്ങൾ ഉള്ളത്. അത് ഇപ്രകാരമാണ്. ആഴ്ചയുടെ 1-ാം ദിവസം മഗ്ദലന മറിയവും ജോഹാനയും ജെയിംസിന്റെ അമ്മയായ മേരിയും സുഗന്ധദ്രവ്യങ്ങളൊക്കെ എടുത്ത് കല്ലറയിലേക്ക് പോകുന്നു. യേശുവിനെ വെച്ച കല്ലറയിലേക്ക് പോകുന്നു. പക്ഷേ അവരവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? യേശുവിനെ വെച്ച കല്ലറയിൽ മുകളിൽ വെച്ചിരുന്ന വലിയ പാറക്കല്ല് എടുത്ത് ഉരുട്ടി മാറ്റിയ നിലയിലാണ് കാണുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ദൂതൻ ഇരിക്കുകയും ചെയ്യുന്നു. വല്ലാതെ പേടിച്ച അവസരമായി അവർ ഓടിപ്പോകുകയാണ് ശിഷ്യന്മാരുടെ ഈ വിശേഷം പറയാൻ. എന്നാൽ മറിയ പോകുന്നില്ല. മറിയ അവിടെ നിന്ന് കരയുകയാണ്. അപ്പോൾ യേശു പുറകിലൂടെ വന്ന് സ്ത്രീ എന്നെ കരയുന്നത് എന്തെന്ന് ചോദിക്കും. ഉടനെ മറിയ തിരിഞ്ഞു യേശുവിനെ കാണും. പക്ഷെ യേശു ആണെന്ന് മനസ്സിലാകുന്നില്ല താനും. അങ്ങനെ അവർ പറയും, യേശുവിനോട് ചോദിക്കും, ഇവിടെ വെച്ചിരുന്ന എൻ്റെ നാഥൻ്റെ ശരീരം ആരോ എടുത്തു കൊണ്ടുപോയിരിക്കുന്നു, എവിടെയാ വെച്ചിരിക്കുന്നത് അറിയാമോ എന്ന് ചോദിക്കും. ഉടനെ യേശു മേരി എന്ന് വിളിക്കും. അത് കേട്ട ഉടനെ മഗ്ദലന മറിയത്തിന് മനസ്സിലാകും ഇത് യേശുവാണെന്ന്. അത്യധികം സന്തോഷത്തോടെ റബ്ബൂനി എന്ന് വിളിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ യേശു പറയും, അരുത്, എന്നെ തുടരുതെന്ന് പറയും. വേഗം പോയി ശിഷ്യന്മാരോട് ഈ വർത്തമാനം അറിയിക്കൂ എന്ന് പറയും. അങ്ങനെ മറിയ ഓടി എല്ലാ ശിഷ്യന്മാരോടും ഈ കാര്യങ്ങൾ പറയുന്നു. ശിഷ്യന്മാരാകട്ടെ യഹൂദന്മാരെ പേടിച്ച് ഒരു മുറിയിൽ അടച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ പുറത്തേക്ക് വന്ന് ഈ കാഴ്ചകൾ കാണുന്നു. പക്ഷെ യേശുവിനെ കണ്ടിട്ടില്ല. അങ്ങനെ അവർ മുറിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് യേശു അവരുടെ നടുക്കൽ പ്രത്യക്ഷപ്പെടുകയാണ്. യേശു പെട്ടെന്ന് അവർ ഭയന്നു പോയി. ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറയും. ആ സമയത്ത് അവിടെ തോമസ് ലീഹ ഉണ്ടായിരുന്നില്ല. തോമസ് ലീഹ വന്നപ്പോൾ ശിഷ്യന്മാർ പറയും, ഞങ്ങൾ യേശുവിനെ കണ്ടു, യേശു ഇവിടെ വന്നിരുന്നു എന്ന് പറയും. ഞാൻ വിശ്വസിക്കുകയില്ല, ആ ആണിപ്പഴുതിലെ കൈയിടാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസവും യേശു അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ആ സമയത്ത് തോമസ് ഉണ്ടായിരുന്നു. തോമസിനോട് പറയും, തോമസ് വന്നതാ കാണൂ, എൻ്റെ കൈ, ഞാൻ തന്നെയാണ് എന്ന് പറയും. അങ്ങനെ വളരെയധികം സങ്കടത്തോടെയും എന്നാൽ അത്യധികം സന്തോഷത്തോടെയും യേശുവിനെ സംശയിച്ചല്ലോ, സംശയിക്കുകയല്ല, ഡൗട്ടിങ് തോമ എന്നാണ് പിന്നീട് അദ്ദേഹത്തിന് പേര് വന്നത്, എന്ന് വിശ്വാസമില്ലാതായല്ലോ. യേശു ഇതിനു മുമ്പ് പറഞ്ഞതല്ലേ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും, എന്നിട്ടും താൻ വിശ്വസിച്ചില്ലെന്നുള്ള സങ്കടവുമുണ്ട്. അതിനെ പറയും, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. പിന്നീട് യേശു അവരോട് പറയും, സമാധാനം എന്ന ദാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് സുവിശേഷം? നമ്മൾക്ക് പിതാവായ ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നും എത്ര പാപം ചെയ്തവനാണെങ്കിലും വളരെയധികം കരഞ്ഞ് മനസ്താപപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഒരു പാപമോചനം ലഭിക്കുമെന്നുമുള്ളതാണ്. പാപമോചനം തരാൻ കഴിവുള്ള ഒരു പിതാവായ ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസം, ക്രിസ്തുമതത്തിൻ്റെ മെയിനായിട്ടുള്ള കാതൽ. ഇതാണ് സുവിശേഷം. അങ്ങനെ ശിഷ്യന്മാർ ലോകമെമ്പാടും സഞ്ചരിച്ച് യേശു രക്ഷകനാണെന്നും മിശിഹയാണെന്നും രക്ഷയുടെ മാർഗമാണെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നു. അങ്ങനെ പല രാജ്യങ്ങളും ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. ഏറ്റവും രസകരമായ വസ്തുത, റോമാ പടയാളികളാണ് യേശുവിനെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ചത്. അവരുടെ ഒരു ശിക്ഷാരീതിയാണ് ഈ കുരിശുമരണം തന്നെ. വളരെ സ്ലോ ആയിട്ടുള്ള ഡെത്താണത്, വളരെ വേദനയോട് കൂടിയ ഡെത്താണത്. അങ്ങനെ ആ റോമാ സാമ്രാജ്യത്തും തന്നെയും കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്തുമതം അല്ലെങ്കിൽ ഈ യേശുവിനെ രക്ഷകനായി, ക്രിസ്തുമതം എന്ന് ഞാൻ അവിടെ പറയുന്നില്ല, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുകയാണ്. ഇന്ന് ലോക കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ സ്ഥിതി ചെയ്യുന്നത് റോമിലാണല്ലോ. ഇന്ത്യയിലേക്ക് വന്നത് തോമസ് ലീഹയാണ്.
അങ്ങനെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. ഇനി ഈസ്റ്റർ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം സഹനത്തിൻ്റെതാണ്. സമാധാനത്തിൻ്റെ സന്ദേശം, സ്നേഹത്തിൻ്റെ സന്ദേശം, വിടുതലിൻ്റെ സന്ദേശം. വിടുതൽ എന്ന് വെച്ചാൽ ഡെലിവറൻസ്, മോക്ഷം, അതിൻ്റെ സന്ദേശം. ഇതാണ് നമുക്ക് ഈസ്റ്റർ തരുന്ന സന്ദേശം. രക്ഷ പ്രാപിക്കുന്നതിൻ്റെ വഴി യേശുവാണ് എന്നുള്ള സന്ദേശം. അതിനാൽ തന്നെ ഒരിക്കലും നിരാശപ്പെടരുത്. ജീവിതത്തിലെ ദുർഘട ഘട്ടങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിളിക്കൂ, ദൈവം ഉത്തരമല്ലോ, അതിന് യാതൊരു സംശയവുമില്ല. ഇനി ഇവിടെ ചെറിയൊരു ഇൻഫർമേഷൻ പോലെ പറയുന്നത് ഈ ഈസ്റ്റർ ഡേ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ഈസ്റ്ററിൻ്റെ ഡേറ്റ്, അതായത് ഭൂമധ്യ രേഖ സൂര്യനോട് അഭിമുഖമായിട്ട് വരുന്ന സമയത്താണ് രാവും പകലും തുല്യമായിട്ട് വരുന്നത്. അങ്ങനെ 2 ദിവസങ്ങളാണുള്ളത്, മാർച്ച് 21, സെപ്റ്റംബർ 23. ഇതിന് ഇക്വിനോക്സ് എന്ന് പറയും. ഇതിൽ മാർച്ച് 21 സ്പ്രിംഗ് ഇക്വിനോക്സ് ആണെങ്കിൽ സെപ്റ്റംബർ 23 ഓട്ടം ഇക്വിനോക്സ് ആണ്. ഈ സമയത്ത് ഉണ്ടാകുന്ന പൂർണ്ണചന്ദ്രൻ, ഈ മാർച്ച് 21 കഴിഞ്ഞു വരുന്ന പൂർണ്ണചന്ദ്രൻ അതായത് പൗർണമി കഴിഞ്ഞു വരുന്ന, അതായത് വെളുത്തവാവ് എന്ന് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ആഴ്ചയിലെ ഞായറാഴ്ചയാണ് ഈസ്റ്ററായിട്ട് സാധാരണ കണക്കാക്കപ്പെടുന്നത്. ഇത്രയുമാണ് ഈസ്റ്ററിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നേർന്നു. എല്ലാവരും സന്തോഷത്തോടെ